ആർക്കൊക്കെ ആയിരിക്കും ഈ ഇളവ് ലഭിക്കുക? ഏതായാലും PK ബഷീറിനും N ഷംസുദ്ദീനും ഇളവ് ലഭിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പിക്കുകയാണ്. നിരവധി പുതുമുഖങ്ങൾക്കും അവസരം ലഭിക്കുമെന്നാണ് അറിയുന്നത്. അഷ്കർ അലി കരിമ്പയാണ് ചെയ്തത്. അഷ്കർ, നമുക്ക് രഞ്ജിത്ത് പറഞ്ഞു നിർത്തിയെടുത്തുനിന്ന് തുടങ്ങിയാൽ നിരവധി പ്രമുഖരായ നേതാക്കളുണ്ട്, വിജയ സാധ്യതകളുണ്ട്. ഇപ്പോൾ N ഷംസുദ്ദീനും PK ബഷീറൊക്കെ ആണെങ്കിൽ അവരുടെ മണ്ഡലങ്ങളിൽ സജീവമാണ്, അവിടെ ജയിക്കുമെന്ന് ഉറപ്പുള്ള സീറ്റുകളാണ്. അപ്പോൾ ഷുവർ സീറ്റുകളിൽ പുതുമുഖങ്ങളെ കൊണ്ടുവരുന്നതിന് പകരം പരിചയസമ്പന്നരെ തന്നെ നിർത്തിക്കൊണ്ട് ആ സീറ്റുകൾ കൈവിടാതിരിക്കുക എന്ന തന്ത്രം പയറ്റുന്നതിന് വേണ്ടി തന്നെയാണ് ഈ ഇളവ് കൊണ്ടുവരുന്നത്, അല്ലേ അഷ്കർ? വിനിത, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിജയം മാനദണ്ഡമാക്കുക എന്നതിലേക്ക് മുസ്ലിം ലീഗ് നേതൃത്വം പോകുന്നു എന്നതാണ്. മുസ്ലിം ലീഗ് മത്സരിക്കുന്ന അധിക സീറ്റുകളിലും വിജയിച്ചു വരിക എന്ന് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ പതിവ് ശൈലി. പ്രത്യേകിച്ച് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റ് ഉള്ള പാർട്ടി കൂടിയാണ് മുസ്ലിം ലീഗ്. സ്വാഭാവികമായും ഇത്തവണ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് തന്നെ കൂടുതൽ പേർ സീറ്റ് പ്രതീക്ഷിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഘട്ടത്തിലാണ് ഈ 3 തവണ വ്യവസ്ഥ അത് എത്രത്തോളം കർശനമാക്കുമെന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കിയിരിക്കും. എന്തായാലും അതിൽ ഇളവുണ്ടാകുമെന്നുള്ള കാര്യം ഇപ്പോൾ സാദിഖ് തങ്ങൾ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. അതിൽ PK കുഞ്ഞാലിക്കുട്ടിക്കും MK മുനീറിനുമൊക്കെ തന്നെ നേരത്തെ തന്നെ ഇളവ് ഉറപ്പായിരുന്നെങ്കിലും ഇപ്പോൾ അത് PK ബഷീർ, N ഷംസുദ്ദീൻ എന്നടക്കമുള്ള നേതാക്കൾക്ക് കൂടി ആ ഇളവുണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ NA നെല്ലിക്കുന്ന്, P ഉബൈദുള്ള അടക്കമുള്ള പലരും ഇത്തവണ ഈ 3 തവണ വ്യവസ്ഥയിൽ തട്ടി അതല്ലെങ്കിൽ അവരെയൊക്കെ തന്നെ മാറ്റി നിർത്താനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അതിന് പുറമെ തന്നെ 2 തവണ മത്സരിച്ചവരും 1 തവണ മത്സരിച്ചവരും അടക്കം ചില ആളുകൾ മാറുകയും ചെയ്യുന്നതാണ്. ഏറ്റവും പ്രധാനമായും മുസ്ലിം ലീഗ് നേതാക്കളൊക്കെ തന്നെ പറഞ്ഞു വെക്കുന്നത് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ആളുകളടക്കം വ്യത്യസ്ത മേഖലകളെ പ്രതിനിധീകരിക്കുന്ന തരത്തിലുള്ള ആളുകളും വനിതകളും അടക്കമുള്ളവർ ഇത്തവണ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിക്കുമെന്നതാണ്. അതേസമയം തന്നെ വലിയ തോതിൽ പ്രതീക്ഷ വെച്ച് നിൽക്കുന്ന വലിയൊരു യുവജന നീണ്ട നിര അല്ലെങ്കിൽ സീനിയർ നേതാക്കൾപ്പെട്ട തന്നെ ഒരു നീണ്ട നിര മുസ്ലിം ലീഗിനകത്തുമുണ്ട്. പ്രത്യേകിച്ച് യൂത്ത് ലീഗിൽ നിന്നാണെങ്കിൽ PK ഫിറോസ് കഴിഞ്ഞ തവണ മത്സരിച്ചാണ് ഇത്തവണ സീറ്റ് ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ്. എന്നാൽ അതിനപ്പുറത്തേക്ക് യൂത്ത് ലീഗിന്റെ ഭാരവാഹികളായിട്ടുള്ള മുജീബ് കാടേരി, അതുപോലെ തന്നെ TP അഷ്റഫ് അലി, ഷിബു മീരാൻ, ഗഫൂർ കോൽക്കളത്തിൽ, MA സമ്മദ് അടക്കമുള്ള ഫൈസൽ ബാബു അടക്കമുള്ള ആളുകളൊക്കെ തന്നെ ഇത്തരത്തിൽ ഇത്തവണ സീറ്റ് പ്രതീക്ഷിക്കുന്ന ആളുകളാണ്. MSFൽ നിന്ന് PK നവാസിനും ഒരു സീറ്റ് ഉണ്ടാവുമെന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. മറ്റൊന്ന് സീനിയർ നേതാക്കളായി തന്നെ കഴിഞ്ഞ തവണ മാറി നിന്ന ആളുകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് PM ഇസ്ലാം മാറി നിൽക്കുകയും പിന്നീട് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി പദത്തിലേക്ക് അദ്ദേഹത്തെ അക്കോമഡേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇത്തവണ പക്ഷേ അദ്ദേഹം വീണ്ടും തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരും എന്നുള്ളതാണ് ഉറപ്പിച്ചു പറഞ്ഞത്. അതിനോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഷാഫി ചാലിയം, അതുപോലെ തന്നെ CK സുബൈർ, PM സാദിഖ് അലി, വനിതാ നേതാക്കളായിട്ടുള്ള സുഹറ മമ്പാട്, കുൽസു ടീച്ചർ ഉൾപ്പെടെയുള്ള ആളുകളും ഇത്തവണ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിക്കാൻ പ്രതീക്ഷ വെക്കുന്നവരാണ്. അവർക്ക് തന്നെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അന്തിമഘട്ടം വരുമ്പോൾ അത് ആരൊക്കെ ഉണ്ടാകും എന്നുള്ളത് ഏറ്റവും എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യമാണ്. അടുത്ത ദിവസങ്ങളിൽ തന്നെ അതിൽ ചില നിർണായക നീക്കങ്ങൾ മുസ്ലിം ലീഗ് നടത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെയൊക്കെ തന്നെ ഏറ്റവും അവസാനം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക അല്ലെങ്കിൽ അല്പം വൈകി പ്രഖ്യാപിക്കുക എന്നുള്ളതായിരുന്നു ലീഗിന്റെ നിലപാട്. ഒരുപാട് മുൻകൂട്ടിയുള്ള പ്രഖ്യാപനം ലീഗ് നടത്താറില്ല. പക്ഷേ ഇത്തവണ സ്ഥാനാർത്ഥികളാകാൻ സാധ്യതയുള്ള ആളുകൾക്ക് ഈ മാസം അവസാനത്തോടു കൂടി തന്നെ കൃത്യമായ നിർദ്ദേശം നൽകി മണ്ഡലത്തിൽ സജീവമാകുക എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനാണ് ലീഗ് നേതൃത്വം ആഗ്രഹിക്കുന്നത്. അടുത്ത 2 ആഴ്ചകളിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കും സീറ്റ് ചർച്ചകൾക്കും അടക്കം അന്തിമ രൂപവും ലീഗ് നൽകും. വിനീത, ഏറ്റവും പ്രധാനം പുതുമുഖങ്ങൾക്ക് അവസരം നൽകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ കൂടുതൽ സീറ്റുകൾ ചോദിക്കുമ്പോൾ അതിലെ പല സീറ്റുകളും പുതുമുഖങ്ങൾ എത്തിയേക്കുമെന്ന് മനസ്സിലാക്കുന്നു. മാത്രമല്ല സജീവമായ പല പേരുകളുണ്ട്. നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്, വനിതകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം കൊടുത്തിരുന്നു. പലയിടങ്ങളിലും ഇപ്പം നജ്മ തബ്ഷീറെ പോലുള്ളവരൊക്കെ പ്രസിഡന്റ് ആവുന്നതൊക്കെ നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അടുത്ത തലമുറയെ കൂടി വളർത്തി കൊണ്ടുവരിക എന്നുകൂടിയാണ് ലീഗ് ലക്ഷ്യമിടുന്നത്, അല്ലേ? വിനിത, മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിൽ ഇതുവരെ MSFൽ നിന്നൊന്നും ഒരാളും ഇത്തരത്തിൽ MLA സീറ്റിലേക്ക് ഡയറക്റ്റ് മത്സരിക്കുന്ന അധികം ചരിത്രം ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് സമീപകാലത്ത് എന്തായാലും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇത്തവണ പക്ഷേ PK നവാസിനെ പോലും ഇത്തരത്തിൽ MLA സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നു, താനൂരിലടക്കം പരിഗണിക്കുന്നു എന്നതാണ് നിലവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ ഒരു സമൂലമായ മാറ്റത്തിന് തന്നെ മാത്രമല്ല, പ്രത്യേകിച്ച് ഈ സമൂഹത്തിൽ ഇടം പിടിച്ച ആളുകൾക്കൊക്കെ തന്നെ, യുവാക്കളായിട്ടുള്ള ആളുകൾക്കൊക്കെ തന്നെ സീറ്റ് നൽകുക എന്നൊരു ലക്ഷ്യം മുസ്ലിം ലീഗിനുണ്ട്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 3 തവണ വ്യവസ്ഥ നടപ്പിലാക്കുകയും അത് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും മുസ്ലിം ലീഗിന് വലിയ തോതിൽ അംഗങ്ങളെ വർദ്ധിപ്പിക്കുന്നതിനും വിഭവശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഒക്കെ തന്നെ വലിയ മുതൽക്കൂട്ടായിട്ടുണ്ട്. സംഘടനയുടെ പ്രവർത്തനം തന്നെ ചടുലമാകുന്നതിലേക്ക് പോലും ഈ 3 തവണ വ്യവസ്ഥ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഗുണം ചെയ്തു എന്നാണ് ലീഗ് വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും 3 ടേം വ്യവസ്ഥ കർശനമായി നടപ്പിലാക്കുന്നില്ല എങ്കിൽ പോലും യുവാക്കൾക്ക് വലിയ തോതിൽ അർഹമായ പ്രാതിനിധ്യം നൽകും, യുവരക്തങ്ങൾക്ക് പ്രാതിനിധ്യം നൽകുമെന്ന് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ മാറ്റം മുസ്ലിം ലീഗിന് ഗുണം ചെയ്യുമെന്നതാണ്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ
തെരഞ്ഞെടുപ്പുകളിലൊന്നും തന്നെ ഇല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു പതിവ് ശൈലി അനുസരിച്ച് യുവാക്കൾക്കൊക്കെ ഒരു ചുവർ സീറ്റ് നൽകുക എന്നതിനപ്പുറത്തേക്ക് ശക്തമായ മത്സരം നടക്കുന്ന സീറ്റുകൾ അവർക്ക് നൽകി ആ സീറ്റുകൾ അവരിലൂടെ പിടിച്ചെടുക്കുക എന്നുള്ള രീതി കൂടി മുസ്ലിം ലീഗിനുണ്ട്. സ്വാഭാവികമായും ആ രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ തവണ പെരിന്തൽമണ്ണയിൽ നജീബ് കാന്തപുരത്തെ ഒരു പുതുമുഖമായിട്ടാണ് മുസ്ലിം ലീഗ് അവതരിപ്പിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ 5 വർഷം കൊണ്ട് തന്നെ മുസ്ലിം ലീഗിന് വലിയ നേട്ടം പെരിന്തൽമണ്ണ മേഖലയിൽ ഉണ്ടാക്കാൻ സാധിച്ചു എന്നാണ് ലീഗ് തന്നെ വിലയിരുത്തുന്നത്. ഇത്തവണയും ഏത് സീറ്റിൽ അടക്കമുണ്ടായാലും പെരിന്തൽമണ്ണയിൽ നജീബ് കാന്തപുരത്തിനുള്ള അടക്കം ഉണ്ടാകില്ല എന്ന് പറയുന്ന നേതാക്കൾ വരെയുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ എല്ലാ മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തിലും അടക്കം ലീഗിന് നേട്ടം ഉണ്ടാക്കുകയും ചെയ്തു. അതിൽ നജീബ് കാന്തപുരത്തിന്റെ പങ്കും ലീഗ് നേതാക്കൾ എടുത്തു പറയുന്നുണ്ട്. സ്വാഭാവികമായും ആ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന യുവ നേതാക്കളെയൊക്കെ തന്നെ ഇത്തരത്തിൽ MLA പദത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സംഘടനാശേഷി വർദ്ധിപ്പിക്കുന്നതിന് മുസ്ലിം ലീഗിന്റെ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിന് വിജയം മാനദണ്ഡമാക്കുന്നതിനൊക്കെ തന്നെ ഗുണം ചെയ്യും എന്ന് തന്നെയാണ് ലീഗ് വിലയിരുത്തുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയുള്ള ഒരു നീക്കങ്ങൾ മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. മാത്രമല്ല ഏതെങ്കിലും ഘട്ടത്തിൽ നിലവിൽ മണ്ഡലം വെച്ചു മാറുന്നില്ല എന്ന് ലീഗ് നേതാക്കൾ ലീഗ് സ്വാധികൾ തങ്ങൾ വ്യക്തമാക്കിയെങ്കിൽ പോലും ഏതെങ്കിലും ഘട്ടത്തിൽ അത്തരത്തിൽ വിജയ സാധ്യത കൂടുതൽ പരിഗണിക്കുന്ന ഘട്ടങ്ങൾ വരികയാണെങ്കിൽ അതടക്കം പരിഗണിച്ചുകൊണ്ട് വിജയ മാനദണ്ഡമാക്കി പരമാവധി വിഭവ ശേഷി ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാവുമെന്നാണ് നേതാക്കൾ പങ്കുവെക്കുന്നത്. വിനീത, അഷ്കർ അലി കരിമ്പയും VS രഞ്ജിത്തുമാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും ലീഗിൽ ചർച്ചകൾ സജീവമായി തുടരുന്നു. ആരൊക്കെ എത്തും എന്നാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. ആർക്കൊക്കെ ഇളവ് കിട്ടും എന്നുകൂടി അറിയണം. ഏതായാലും 3 ടേം വ്യവസ്ഥ 3 ടേം പൂർത്തിയാക്കിയവർക്കും ഇളവ് നൽകാം എന്ന തീരുമാനത്തിലേക്ക് എത്തുകയാണ്.